ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഞാൻ വരച്ച കുറച്ച് ഡ്രോയിങ്സ് കാണിക്കാൻ പോവാണ്. അപ്പോൾ ഗൈസ്, നമ്മുടെ കയ്യിൽ 2 ബുക്കാണുള്ളത്. എൻ്റെ കയ്യിൽ 2 ബുക്കാണുള്ളത്. അതാ കണ്ടില്ല, 2 ബുക്ക്. അപ്പോൾ ഇതാണ് ഗൈസ് ഫസ്റ്റ് ബുക്ക്. ഇതിലാണ് കൂടുതൽ ഫുൾ പേജസിൽ ഞാൻ ഡ്രോയിങ് വരച്ചിട്ടുള്ളത്. ഇതിൽ 2-3 വരച്ചിട്ടുള്ളൂ. അപ്പോൾ ഗൈസ്, നമുക്ക് വീഡിയോ ആയിട്ട് പോകാം. അപ്പോൾ ഗൈസ്, ഫസ്റ്റ് ബുക്ക് കാണാം. ഫസ്റ്റ് ബുക്കിൽ ഇപ്പോൾ ഇതാണ് ഫ്രണ്ട് ഭാഗം. ഫസ്റ്റ് ബുക്കിൻ്റെ ഞങ്ങളുടെ ഫസ്റ്റ് ബുക്ക് നമുക്ക് പോകാം. അപ്പോൾ ഇതാണ് ഞാൻ ഏറ്റവും ഫസ്റ്റ് വരച്ചിട്ടുള്ള പടം. നിങ്ങൾ തന്നെ ഇത് റേറ്റ് ചെയ്യണം കേട്ടോ. ഇത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇത് ഏതൊക്കെ കൊള്ളാം എന്നൊക്കെ ഇടാണ്ട്. ഇതാണ് ഗൈസ് ഫസ്റ്റ് പടം. കാണുമ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഇതാണ് ഫസ്റ്റ് പടം ഞാൻ വരച്ചിട്ടുള്ളത്. ഇത് ആദ്യമൊക്കെ എനിക്ക് ഇഷ്ടമാണ്, പക്ഷേ കുറച്ച് വരച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അതിൽ കുറച്ച് മിസ്റ്റേക്ക് ഒക്കെ ഉള്ളത് എനിക്ക് തോന്നി. പക്ഷേ അത് നല്ല പിക്ചറാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു ട്രഡീഷണൽ ലുക്കൊക്കെ ഉള്ള പിക്ചറാണ് അല്ലേ അല്ലേ. സെക്കൻഡ് പിക്ചർ എന്ന് പറയുമ്പോൾ ഇതൊരു പിക്ചറായിട്ട് പറയാൻ പറ്റില്ല. ഇത് കുറച്ച് ഒരു ഒട്ടിച്ചൊക്കെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഒരു ബുക്കൊക്കെ വലിച്ചു കീറി ഒട്ടിച്ചതാണ്. ഇതാണ് സെക്കൻഡ്. കാണുന്നുണ്ടോ? കാണുന്നുണ്ട്, പക്ഷേ എൻ്റെ മുഖത്ത് വെട്ടാൻ പോകും. ഇത് കാണിക്കുമ്പോൾ വെട്ടാൻ പോകും, കുഴപ്പമില്ല. ഇനി സെക്കൻഡും അത് നമുക്കൊരു ഒട്ടിച്ച പടമാണ്. കാണുമ്പോൾ നമുക്ക് ഒരു ഒട്ടിച്ച പടം വെട്ടാം. ഇവിടെ ഇങ്ങനെ. അടുത്ത പടം എന്ന് പറയുമ്പോൾ ഇതൊരു പെൻസിൽ ഡ്രോയിങ് ആണ്. ഇതിൽ ഞാൻ കൂടുതൽ ചെയ്തിട്ടുള്ള പെൻസിൽ ഡ്രോയിങ് ആണ് ഇത് ഈ ബുക്കിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് എത്രാമത്തെ പിക്ചറാണെന്ന് പറഞ്ഞു. 4ാമത്തെ പിക്ചർ. ഇതാണ് അടുത്ത പിക്ചർ. സൈൻ ആവണി രാജേഷ്. ഈ അടുത്ത പിക്ചർ ഞാൻ കാണിച്ചത്. അടുത്തൊന്നും ഒരു കുഴപ്പമില്ല, അത്ര എനിക്കത്ര ഇഷ്ടം. കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. കൊള്ളാം, ക്യാമറ കാണുമ്പോൾ കൊള്ളാം. നേരിട്ട് കാണുമ്പോൾ എനിക്ക് അത്ര ഇതായിട്ട് തോന്നിയില്ല. വെട്ടം പോകുന്നു, അത് ഇതിലോട്ട് വെട്ടെടുക്കുന്നതാണ് ഗൈസ്. വെട്ടം പോകുന്നത്. ഈ പിക്ചർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് നല്ല ഇഷ്ടമുള്ള ഗൈസ്. ഒരു ഹെവി ആയിട്ടുള്ള ഒരു പിക്ചറാണ് കാണിച്ചത്. ഇത് പക്ഷേ വെട്ട് ഇതിൽ കാണാം. ഒരു നല്ലൊരു പിക്ചർ. മതി. അടുത്ത പിക്ചർ ഒരു വാട്ടർ കളർ പിക്ചറാണത്. ഇത് ഒന്ന് കുളമായതാണ്, ജസ്റ്റ് ഒരു ചെറിയൊരു ഫ്ലോപ്പ് ആയതാണ്. ഇതാണ് പറയില്ല. അപ്പോൾ ഇതാണ് ഒരു കുട്ടീൻ്റെ, ഒരു ചെറിയ കുട്ടീൻ്റെ. ഇനി അടുത്ത പിക്ചർ ഇതും ഒരു പെൻസിൽ ഡ്രോയിങ് ആണ് ഗൈസ്. ഇത് നല്ല രസമാണ്. അടുത്ത പിക്ചർ വന്നിട്ട് ഇതും കുഴപ്പമില്ലാത്ത രീതിയിൽ കൊള്ളാം, നല്ല രസമുണ്ട്. കുഴപ്പമില്ല, നല്ല കൊള്ളാം, അടിപൊളി. പക്ഷെ കാണാൻ പറ്റില്ല. കാണാം. കുറച്ച് ദിവസം ഫീഡായിട്ട് ഇതിലൊരു പീച്ച് കളർ വരാണ്. പക്ഷെ എനിക്കൊരു യെല്ലോ കളറാണ് വെട്ടടിക്കുന്നത്. അങ്ങനെ വെച്ചിട്ട് കാര്യം അതൊന്നും കണ്ടുകൂടാ. കണ്ടേ ഇത് വേറെ പിക്ചർ. പിന്നെ ഇതും ഒരടിക്ക് കാരണം എനിക്ക് തോന്നുന്നു ഇത് ഒരു അടിപൊളി പിക്ചർ. 2 കുട്ടി കാലുണ്ട്, പക്ഷെ കാല് കാണുന്നില്ല. ഒറ്റടിക്ക് കാണാൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. എത്രാമത്തെ പിക്ചറാണ് എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറയാൻ. പിന്നെ ഇത് സിമ്പിളായിട്ടുള്ളൊരു പിക്ചറാണ്. അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല, എന്നാലും ഒരു സിമ്പിൾ പിക്ചർ. അപ്പോൾ ഗൈസ്, അത്രേ ഉള്ളൂ ഫസ്റ്റ് പടത്തിൽ. അല്ല, ഫസ്റ്റ് ബുക്കിൽ. അപ്പോൾ സെക്കൻഡ് ബുക്കാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് സെക്കൻഡ് ബുക്ക്. ഇത് ഞാൻ അത്ര പടമൊന്നും വരച്ചിട്ടില്ല, കാണിച്ചില്ല. ഫസ്റ്റ് പേജിൽ ഒരു അടിപൊളി പടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പടം. ഭയങ്കര ഇഷ്ടം വെച്ചാൽ ഇത് ഞാൻ ഗൂഗിളിൽ കണ്ടിട്ട് വരച്ചാണ് ഗൈസ്. ഗൂഗിളിൽ നിന്ന് കണ്ടിട്ട് വരച്ചാണ്. ഇത് കാണുമ്പോൾ അതിൽ ഇങ്ങനെ വേറെ രീതിയിലാണ് കാണുന്നത്. ഇത് സൈഡ് വ്യത്യാസമുണ്ട് ഗൈസ്. അപ്പോൾ ഇത് നേരിട്ടാണ് നല്ല ഗൈസ്. അപ്പോൾ ഇത് ഒരു പിക്ചറാണ്. അടുത്തൊരു നല്ലൊരു ഷാഡോ പിക്ചർ. ഇത് 4 പടമാണ് വരച്ചിട്ടുള്ളത്. പിന്നെ അടുത്തത് ഒരു ചെറുതായിട്ടൊക്കെ ഒരു ഫ്ലോപ്പായിട്ട് ഒരു വരച്ചിരിക്കുന്നതാണ്. പക്ഷെ കൊള്ളാം, ക്യാമറ കൊള്ളാം. ഉണ്ടല്ലേ. അടുത്ത പടം ഇതൊരു സീനിയർ വരയ്ക്കാൻ നോക്കിയാണ്, പക്ഷേ കൊള്ളായി. മരത്തിൻ്റെ മണ്ടയിൽ കൂടി ഒപ്പിച്ച് ഗൈസ്. ഇത് കൊള്ളാം, നല്ലൊരു പിക്ചറാണ്. ഇതൊരു സീനറിയാണ്. കുഴപ്പമില്ലാതെ കൊള്ളാം. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇത്രയാണ് എൻ്റെ ഡ്രോയിങ്സ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇത്രയൊക്കെ ചെയ്യണം. എല്ലാവർക്കും ബൈ ബൈ. പിക്ചർ കൊള്ളൂലെങ്കിൽ കമൻറ്റ് ചെയ്യണം. ബൈ ബൈ.